കടം മേടിച്ച് പെൻഷൻ കൊടുക്കുന്നതല്ല ഒരു രാജ്യത്തിന്റെ വികസനം. കടം മേടിച്ച് ശമ്പളം കൊടുക്കുന്നതല്ല, കടം മേടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഒരു പുരോഗമനത്തിന്റെ ആധാരം. 110 നിർത്തണ്ട. ആഗ്രഹങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരു നികുതിയുമില്ല. 140 സീറ്റ് നമ്മൾ ജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ ഈ കേരളത്തിൽ വന്ന ഒരു ഫാക്ടറിയുടെ കാര്യം, വ്യാവസായികമായ ഒരു മുന്നേറ്റത്തിന്റെ കാര്യം മിസ്റ്റർ റഹീം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ശ്രീ എ റഹീം, സർക്കാരിന്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ജനങ്ങളോട് എണ്ണി പറഞ്ഞാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയത്. ഫലം എന്താണ്? കയ്യിലുണ്ടായിരുന്ന 4 കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന 4 ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. 200-ലധികം ഗ്രാമപഞ്ചായത്തുകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. വോട്ട് വിഹിതം നോക്കിയാൽ 5% UDF-ന്റെ താഴെ നിൽക്കുകയാണ്. അതിനുശേഷം 6 മാസത്തിനിടയ്ക്ക് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 99-ൽ നിന്ന് 110 വർദ്ധിപ്പിക്കുമെന്നൊരു പ്രത്യാശ മുന്നോട്ട് വെക്കുന്നത് ആശയക്കുഴപ്പമുള്ള, പരാജയത്തിൽ ഉഴലുന്ന അണികളെ തൃപ്തിപ്പെടുത്താനാണോ അതോ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കണക്കാണോ ഇത്? വെറും വാഗ്ദാനം കിട്ടുക. യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. പായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം? തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അങ്ങിവിടെ പറഞ്ഞല്ലോ, 10 വർഷം കേരളത്തിൽ ഒരു തുടർ ഭരണത്തിന്റെ വലിയ സാധ്യതയുണ്ടായ മുഖ്യമന്ത്രി. ആ 10 വർഷം കൊണ്ട് വലിയൊരു അവസരമായിരുന്നു എന്ത് ചെയ്തു എന്നാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുടനീളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഊതിയത്. മുഴുവൻ പറഞ്ഞതും അതാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വമ്പിച്ച തിരിച്ചടി ഉണ്ടായി. ഇതുവരെ കൈവിട്ടു പോകാതിരുന്ന പല കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ പൊളിഞ്ഞ് പാളീസായി അണ്ടം പൊളിഞ്ഞ അവസ്ഥയിൽ നിൽക്കുക എന്ന് കരുതി ആത്മവിശ്വാസത്തിന് വല്ല കുറവുണ്ടോ? യാതൊരു കുറവുമില്ല എന്ന് മാത്രമല്ല, അത് ദൈനംദിന അടിസ്ഥാനത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 93 സീറ്റാണ് കിട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99. ഇത്തവണ അത് 110 ആക്കണം എന്നാണ് പിണറായി സഖാവിൻ്റെയും സഹാക്കളുടെയും താല്പര്യം, അഥവാ ആഗ്രഹം, അതുമല്ലെങ്കിൽ സങ്കല്പം, അതുമല്ലെങ്കിൽ വ്യാമോഹം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് വിലയിരുത്താം. കൂട്ടിയിട്ട് ശരിയാവണില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാം. തെറ്റുന്നത് ശരിയല്ലല്ലോ ചേട്ടാ. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെന്ന് ഇടതുപക്ഷം വാദമുന്നയിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞങ്ങളുടെ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? അത് തൊഴിൽ ദാതാവായതുകൊണ്ടാണ്. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടിൽ കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. നമ്മുടെ സംസ്ഥാനത്തുടനീളം ഞാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി നൽകിയ കൃത്യം തൊഴിലവസരങ്ങളുടെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. കൃത്യം തൊഴിലവസരങ്ങളുടെ എണ്ണം. ഞാനതിൽ ഡേറ്റ ബൈ ഡേറ്റയിലേക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുള്ള സംസ്ഥാനമായി നമ്മൾ മാറി. അതിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്ന നിലയിലേക്ക് വന്നു. വ്യവസായ വകുപ്പിൽ തന്നെ സംരംഭക വർഷം, അതിലൂടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, സംരംഭങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. യുവജന കമ്മീഷൻ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു. ആ തൊഴിൽ മേളകളിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പത്തിന്, അവിടെ എത്തിയ യുവത്വത്തിന് നിരവധിയായിട്ടുള്ള തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പം റഹീം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, റഹീം ആയതുകൊണ്ട്, എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട്, റഹീം ആയതുകൊണ്ട് ഞാൻ അതിനെ ചിരിച്ചു തള്ളാണ്. എൻ്റെ റഹീമെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷനുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ കേരളത്തെ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നതല്ലേ ശരി? നിങ്ങൾ 10 വർഷം കൊണ്ട് ഏത് മേഖലയിലാണ് നിങ്ങൾ മുന്നോട്ട് നയിച്ചത്? എന്താണ് CPM-ന്റെ സാമ്പത്തിക വിദഗ്ധൻ ഐസക്, അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഹൊസൂറിൽ ആപ്പിളിൻ്റെ ഫാക്ടറി തുടങ്ങുന്നു. ആ ഫാക്ടറിയിൽ 17,000 രൂപയ്ക്ക് ശമ്പളമുണ്ട്. എങ്ങനെ പോയാലും എല്ലാം കഴിഞ്ഞൊരു 13,000 കിട്ടും. നാണം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ സാർ അങ്ങനെ പറയാൻ? അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറി ഉണ്ടാവേണ്ടത് കേരളത്തിലല്ലേ? എന്താ കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ ഫാക്ടറി പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതാണോ?
നിങ്ങൾ ഹൊസൂറിലേക്ക് പോകുന്നു, അവിടെ പോയി നമുക്ക് ആപ്പിളിൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യാമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ കേരളത്തിലല്ലേ തുടങ്ങേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകൾ സ്വന്തം ബിസിനസ് തുടങ്ങിയത് പോലും കേരളത്തിൻ്റെ വെളിയിലാണ്. ഒരു കമ്പനി തുടങ്ങിയത് കേരളത്തിൻ്റെ വെളിയിലാണ്. എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് കൂളായിട്ട് പറയുന്നത് കേരളം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഒരു സംസ്ഥാനം. ആരെ കളിയാക്കാനാണ് സാർ റഹീമെ? നിങ്ങൾ ആരോടാണ് ഇത് വിളിച്ചു പറയുന്നത്? സാക്ഷരതയുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങളെങ്കിൽ അവർക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള റിസർവ് ബാങ്ക് ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയില്ല. കടം മേടിച്ച് പെൻഷൻ കൊടുക്കുന്നതല്ല ഒരു രാജ്യത്തിന്റെ വികസനം. 100% ഞാൻ യോജിക്കുന്നു. അത് ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞത് കടം മേടിച്ച് ശമ്പളം കൊടുക്കുന്നതല്ല, കടം മേടിച്ച് പെൻഷൻ കൊടുക്കുന്നതല്ല, കടം മേടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഒരു പുരോഗമനത്തിൻ്റെ ആധാരം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കേരളത്തിൽ വന്ന ഒരു ഫാക്ടറിയുടെ കാര്യം, വ്യാവസായികമായ ഒരു മുന്നേറ്റത്തിൻ്റെ കാര്യം മിസ്റ്റർ റഹീം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേസമയത്ത് കേരളത്തിൽ നിന്ന് ഉള്ള വ്യവസായികൾ കേരളം ഉപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് പോകുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആത്മവിശ്വാസം കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായി എന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. 110 സീറ്റ് ജയിക്കാൻ ലാക്കാക്കിയിട്ടാണ് ഇടതു മുന്നണി അങ്കത്തട്ടിൽ ഇറങ്ങുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല എന്തിനാ 110 ആക്കിയത് എന്നാണ്. 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 150 സീറ്റിൽ മത്സരിക്കുന്നത് ആഗ്രഹിച്ചൂടെ? വല്ല തടസ്സമുണ്ടോ? ഈ രാജ്യത്ത് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് മുഖാന്തരവും നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റുകൾ മുഖാന്തരവും പല കാര്യങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾക്ക് യാതൊരു നികുതിയും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 140-ൽ 150 സീറ്റ് ജയിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം. അതെ, ഓക്കെ അല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തടസ്സം പറയേണ്ട ആവശ്യമുണ്ടോ? പോട്ടെ, 140-140 ജയിക്കാം എന്ന് ആഗ്രഹിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. ജോസഫും കുഞ്ഞാലിക്കുട്ടിയൊക്കെ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ? ഈ കഴിഞ്ഞ 10 കൊല്ലം നീണ്ടുന്ന പിണറായി ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ ഓർത്തിട്ട് ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന പോലെ വോട്ട് ചോരിയോ ഇലക്ട്രോണിക് യന്ത്രത്തിൽ എന്തെങ്കിലും തകരാറോ സംഭവിച്ചിട്ട് നമ്മൾ ജയിച്ചൂടെ? സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മൾ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? 110-ൽ നിർത്തണ്ട. ആഗ്രഹങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരു നികുതിയുമില്ല. 140 സീറ്റ് നമ്മൾ ജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ട്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, താത്വിക വിശകലനം ഒക്കെ വേറെ നടത്താം. അതിനിപ്പോൾ സന്ദേശത്തിൽ ശങ്കരാടി നടത്തിയ വിശകലനമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതിനൊക്കെ സമയമുണ്ട്. ഇപ്പം ഒരു കാരണവശാലും 110-ൽ നിർത്തണ്ട എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം.